ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. രാഹു ദശ അപഹാരങ്ങളില് ഒറ്റപ്പെടലും വെറുക്കപ്പെടലും ഉണ്ടായേക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമുക്കൊന്ന് അസ്ട്രോളജിക്കലി ഡീകോഡ് ചെയ്യാം. രാഹു ചോര വിഷാരി ശസ്ത്രഹുത ഭൂപാത ഭീതിം ശിര കേട്ടിട്ടുണ്ടാവില്ല പ്രമാണം. രാഹു ദശ അപഹാരങ്ങളിൽ കള്ളന്മാരിൽ നിന്ന് ശത്രുക്കളിൽ നിന്നൊക്കെ പ്രശ്നം ഉണ്ടാവുന്നതാണ് പറയുന്നത്. നമ്മൾ രാഹുവിന്റെ ദശയിൽ നിൽക്കുന്ന സമയത്ത്, അതായത് നീ രാഹുവിന്റെ ദശയിൽ നിൽക്കുന്ന സമയത്ത് നീ പാമ്പായി തീരും. നിനക്ക് താല്പര്യം രാഹുവിന്റെ കാരകത്വങ്ങളോടായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്നെ തേടി രാഹുവിന്റെ കാരകത്തുള്ളവര് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. രാഹു എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രാഹു 4 നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ മേടൻ രാശിയിൽ എടുത്തുന്നുള്ളൂ. മേടൻ രാശിയിൽ 4-ാം ഭാവത്തിൽ രാഹു എന്ന് കഴിഞ്ഞാൽ ചന്ദ്രന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രന്റെ ശത്രുവാണ് രാഹു. 4-ാം ഭാവം മാതാ സുഹൃ മാതുല ഭാഗ്നേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംബ ശയനം ച വൃദ്ധി പശു അധികം വേശ്മഗൃഹം ചതുർത്ഥാൽ. ഇത് ഞാൻ പറഞ്ഞത് പ്രശ്നത്തിന്റെ പ്രമാണമാണെങ്കിലും ഞാൻ ഈ ലഗ്നാൽ ചിന്ത മൂർത്തിക്ക് സ്ഥിതിച്ച വിത്തം വാക്ക് കുടുംബം ചവിത്താൽ എന്ന് പറയുന്ന മലയാള പ്രമാണമൊന്നും പറയാറില്ല. ഈ 4-ാം ഭാവത്തില് രാഹു നിൽക്കുമ്പോൾ 4-ാം ഭാവത്തിന് പ്രത്യേകത ഉണ്ട്. സത്യരാശി എന്ന് പറയും. ഈ പ്രശ്നം വെക്കുമ്പോൾ തമിഴ് ആസ്ട്രോളജിയിൽ പറയും 4-ാം ഭാവത്തില് ബാധാബന്ധം ഉണ്ടായി കഴിഞ്ഞാല് സത്യം അല്ലെങ്കിൽ വാക്കുകൾ സത്യമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകും. 4-ാം ഭാവാധിപനായിട്ട് കണക്ഷനുള്ള രാഹു ആണെങ്കിൽ ആ രാഹുവിന്റെ ദശയിൽ നിങ്ങൾ തന്നെ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് വിനയായിട്ട് വരാനുള്ള സാധ്യത വരും. അതുകൊണ്ട് രാഹുവിന്റെ ദശാപഹാരങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് അപഹാരം നടക്കുന്ന സമയത്ത് 4-ാം ഭാവത്തിലാണ് രാഹു നിൽക്കണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കണം എന്നാണ് ജ്യോത്സ്യന്മാർ മുന്നറിയിപ്പ് കൊടുക്കുക. കാരണം മിക്കവാറും വിടുവായ അതുപോലെ നുണ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. ആവശ്യമില്ലാത്തതിന് ചെറിയ കാര്യമായിരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, നുണ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. ഇപ്പൊ വീട്ടിലുള്ള ആളുകൾ ഒരു ചെറിയ കാര്യം കൊണ്ട് ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സൈക്കോളജിക്കൽ ആസ്പെക്ട് പറയാം. ഒരു കുടുംബം നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യം എന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ സത്യം ഉണ്ടെങ്കിൽ എത്ര ദാരിദ്ര്യവും കഷ്ടപ്പാടുവാണെങ്കിലും ആ കുടുംബം നന്നായിട്ട് പോകും. അതല്ല, നുണയാണ് ഒരാളെങ്കിലും പറയുന്നെങ്കിൽ ആ കുടുംബം തകരാനുള്ള സാധ്യത കൂടുതൽ വരും. കാരണം എന്താന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഫാമിലിയിൽ അമ്മ അച്ഛൻ മക്കള് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ അമ്മ നുണ പറയുന്നതെന്ന് വിചാരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പിന്നെ അമ്മ പറയുന്നത് ഒരു കാര്യത്തിനോടും വിശ്വാസമില്ലാത്ത അവസ്ഥ വരും. അപ്പൊ മകൾക്ക് അല്ലെങ്കിൽ മകന് അമ്മയോടുള്ള അവിശ്വാസം വന്ന് തീർച്ചയായിട്ടും അമ്മ നുണ പറഞ്ഞുകൊണ്ടിരിക്കണോണ്ട് അമ്മ തിരിച്ചും ഇവര് സത്യം പറഞ്ഞാലും അമ്മ വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും ഇവർക്ക് ഇവരോടുള്ള വിശ്വാസം ഇല്ലാതായി ഇതൊരു ചെയിൻ പോലെ വർക്ക് ചെയ്യും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛനുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കമ്പനി ആവുന്ന സമയത്ത് മകള് വിചാരിക്കും അമ്മ അച്ഛനോട് വല്ല നുണ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അച്ഛൻ എന്തെങ്കിലും അമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒറ്റയാണ്. അച്ഛൻ വളരെ നിഷ്കളങ്കനാണെങ്കിലും അച്ഛനും നുണയനാണെന്ന് വിചാരിക്കും. അപ്പൊ ഇവരൊരു അകലം പാലിക്കും. കാര്യം വിശ്വാസത ഇല്ലാത്ത സ്ഥലത്ത് അകലം പാലിക്കും. പതുക്കെ അവർ അറിഞ്ഞുകൊണ്ട് ഒന്ന് സേഫ്റ്റി മെഷേഴ്സ് എടുക്കും. 90% കുടുംബം തകരാനുള്ള സൈക്കോളജിക്കലി ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താ പറഞ്ഞാല് നുണ പറയുക. അതുകൊണ്ട് നിങ്ങൾ നുണയൊക്കെ ഇഷ്ടമാതിരി പറഞ്ഞോ, ഞാൻ പ്രേരിപ്പിക്കണല്ല, പക്ഷെ വീട്ടിലായിരിക്കരുത്. വീട്ടില് നിങ്ങൾ എത്ര റോങ് ആയിട്ടുള്ള കാര്യം ചെയ്താലും നിങ്ങൾക്ക് കുടുംബത്തിൽ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ അമ്മ അച്ഛൻ മക്കള് ഒരു ചെറിയ കുടുംബമാണെങ്കിലും ആ ഫാമിലി അറ്റ്ലീസ്റ്റ് ബ്ലഡ് റിലേഷൻ ഉള്ളവരോട് നുണ പറയാൻ പാടില്ല. എന്താ പറഞ്ഞത്?
ബ്ലഡ് റിലേഷൻ. രണ്ടാമത്, നിങ്ങളുടെ സ്പൗസസിനോട് നുണ പറയാൻ പാടില്ല. നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നുണ പറഞ്ഞോ, തീർന്നടാ, തീർന്ന്, നിന്റെ കുടുംബം തീർന്നു. നീ നിന്റെ ഭാര്യയോട് നുണ പറയണ്ടെങ്കിൽ തീർന്ന്, നിന്റെ ഭാര്യ നിന്നോട് നുണ പറയും. അവിടെ നീ അവളോട് നുണ പറയുന്നുകൊണ്ടിരിക്കുക, കാരണം നിനക്ക് സ്വാഭാവികമായിട്ടും നിനക്കറിയാം നീ നുണ പറയണം എന്നുള്ളത് കൊണ്ട് നിന്നെ അവള് വിശ്വസിച്ചാലും നീ അവളെ വിശ്വസിക്കില്ല, കാരണം അവള് നിന്നോട് നുണ പറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് വരും. ഇനി ഇൻ കേസ് എപ്പോഴെങ്കിലും അവൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിന്നിലുള്ള കംപ്ലീറ്റ് വിശ്വാസം പോകും. ചെറിയൊരു നുണ മതി, ആ നുണ കൊണ്ട് ബാക്കിയുള്ള നീ പറയുന്ന 99% സത്യമയത്തെയും സംശയത്തോടു കൂടി വീക്ഷിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഒരു നുണ പോലും പറയാതിരിക്കുന്നതാണ് വ്യക്തമായ കുടുംബത്തിന്റെ അടിസ്ഥാനം, അതിന്റെ നേരായിട്ടുള്ള പോക്കിനും ഏറ്റവും നല്ലത്. അതുകൊണ്ട് രാഹുദശയിൽ സംഭവിക്കാവുന്ന കാര്യം സ്ലിപ്പ് ഓഫ് ടങ്സ്, നുണ, വെറുതെ ആവശ്യമില്ലാതെ ചെറിയ ചെറിയ നുണകൾ പറയാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ബ്രെയിൻ അതേപോലെ വർക്ക് ചെയ്യും. അത് ഞാൻ പറഞ്ഞ ആ സമയത്ത് സീരിയലുകൾ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ വന്നെന്നിരിക്കാം. പിന്നീട് കേൾക്കുന്ന ആൾക്കാർ അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളോടുള്ള വിശ്വാസം കുറയും. അങ്ങനെ അവർ കൂടുതൽ ചിന്തിക്കുന്ന ഓവർ തിങ്കേഴ്സ് ആണെങ്കിൽ അവര് കൂടുതൽ ഇനി എന്നോട് പറയുന്നത് എല്ലാം നുണയായിരിക്കുമോ, ഇനി എന്റെ ഭക്ഷണത്തിൽ അവർ വല്ലതും ഇട്ട് തരുമോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇവര് മറ്റുള്ളവരോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കും എന്നെ പറ്റി എന്നൊക്കെയുള്ള മൊത്തം അവിശ്വാസം ജനിച്ചിട്ട് ഫാമിലിയുടെ അടിത്തറ തന്നെ ഇളകാനായിട്ട് ഇടയാകും. അതുകൊണ്ട് രാഹുദശയാണോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, വിടുവാക്ക് പറയുകയോ നുണ പറയുകയോ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. നുണ പറയുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിനകത്ത്. ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.